ഏറ്റവും പ്രധാനമായിട്ട് തണുപ്പ് തട്ടരുത്. എല്ലാം കഴിക്കുന്ന ഭക്ഷണങ്ങളായാലും കുടിക്കുന്ന വെള്ളമായാലും കുളിക്കാനുള്ള വെള്ളമായാലും എല്ലാം ചൂടോടെ വേണം. അതുപോലെ ഈ എണ്ണ തേപ്പ്, തൈലം തേച്ച് കുളി നിത്യേന ശീലിക്കുന്ന വാദത്തെ നിയന്ത്രിക്കാൻ ഒന്നാമത്തെ വഴിയാണ്. നമ്മൾ 108 മർമ്മങ്ങളിലൂടെയും ഈ തൈലങ്ങൾ ഉപയോഗിച്ച് അഭ്യംഗം ചെയ്ത് ഒരു ചൂടുവെള്ളത്തിൽ ഒരു കുളിയും പാസാക്കിയാൽ ഈ വാദത്തെ നിയന്ത്രിച്ച് നിർത്താനായി സാധിക്കും. അതായത് ഈ 107 മർമ്മസ്ഥാനങ്ങളിലൂടെയും ഈ തൈലം ആഗിരണം ചെയ്യുന്നു, ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. അപ്പൊ അത് വാദത്തെ ശമിപ്പിക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് തിലതൈലം, എള്ളെണ്ണ, നല്ലെണ്ണ. ഓക്കെ, ഈ തൈലം ചൂടാക്കിയിട്ട് നിത്യേന തൈലം തേച്ച് കുളിക്കാം. ഇനി നിങ്ങൾക്ക് രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ടേഷൻ സമയത്ത് നിങ്ങളുടെ ആയുർവേദ ഡോക്ടർ ഒരു തൈലം നിശ്ചയിച്ചിട്ടുണ്ടാവും, ആ തൈലം തേച്ച് കുളിക്കാം. ഇതൊക്കെ വാദത്തെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായകരമാണ്. അത് മാത്രമല്ല, നമുക്ക് ചർമ്മത്തിന് തിളക്കമുണ്ടാകുന്നു, ആന്റി ഏജിങ് എഫക്ട് ഉണ്ടാകുന്നു, ത്വക്കിൽ ചുളിവ് വരുന്നത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു, നല്ല ഉറക്കം കിട്ടുന്നു, ഉറങ്ങിക്കഴിഞ്ഞാൽ വാദത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ചർമ്മത്തിനൊക്കെ നല്ല തിളക്കം, നിറം, സൗന്ദര്യം, ഇലാസ്റ്റിസിറ്റി, ആ ചെറുപ്പം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന അർത്ഥം. ആന്റി ഏജിങ് എഫക്ട്സ് ഉണ്ട്. അപ്പൊ നന്നായിട്ട് തൈലമൊക്കെ തേച്ച് കുളിച്ച് നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കർമ്മകരണ ശക്തി, നമ്മൾ വളരെ ആക്റ്റീവ് ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും, നല്ല മെമ്മറി പവർ ഉണ്ടാവും. ഇങ്ങനെയും ചില ഗുണങ്ങൾ